നടൻ കൃഷ്ണകുമാറിന്റെ മകളുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക കേസിൽ ജീവനക്കാരികളുടെ ജാമ്യ ഹർജിയെ എതിർത്ത് ക്രൈംബ്രാഞ്ച്. ജീവനക്കാർ പണം തട്ടിയതിന് തെളിവുണ്ടെന്ന് ക്രൈംബ്രാഞ്ച് കോടതിയിൽ അന്വേഷണവുമായി ജീവനക്കാർ സഹകരിക്കുന്നില്ല എന്നും ക്രൈംബ്രാഞ്ച്. ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുകയാണ്. അനന്തൻ, ഈ അതിരൂക്ഷമായിട്ടുള്ള എതിർ പരാതി അല്ലെങ്കിൽ കൗണ്ടർ പരാതിയുമായി ഈ ജീവനക്കാർ മാധ്യമങ്ങൾക്ക് മുൻപായി എത്തിയപ്പോൾ അത്രമാത്രം വിമർശനമായിരുന്നു ദിയാകൃഷ്ണയ്ക്കും കൃഷ്ണകുമാറിന്റെ കുടുംബത്തിനുമെതിരെയൊക്കെ നടത്തിയത്. ഇപ്പോൾ ക്രൈംബ്രാഞ്ച് കണ്ടെത്തുന്ന കാര്യങ്ങൾ എന്താണ്? ഇവർ കുറ്റം ചെയ്തു എന്ന് തന്നെയുള്ളതാണ്. അക്ഷയ, ബി.ജെ.പി. നേതാവും നടനുമായ കൃഷ്ണകുമാറിന്റെ മകൾ ദിയയുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് 3 ജീവനക്കാർക്കെതിരെയാണ് കേസ് എടുത്തിരുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് മുൻകൂർ ജാമ്യാപേക്ഷ ഈ 3 ജീവനക്കാരികളും തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നൽകിയിരുന്നു. ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്ന് കോടതി വിശദമായ വാദം കേട്ടു. എന്നാൽ ജാമ്യ ഹർജിയെ ശക്തമായി തന്നെ ക്രൈംബ്രാഞ്ച് എതിർത്തു. മാത്രമല്ല, ഈ ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ക്രൈംബ്രാഞ്ച് കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു. ഈ റിപ്പോർട്ടിൽ ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കുന്നത് ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിൽ നിന്ന് ഈ 3 ജീവനക്കാരികളും പണം തട്ടുന്നതിന് വ്യക്തമായ തെളിവുണ്ടെന്നാണ്. അതിനുതകുന്ന ശക്തമായ രേഖകൾ കണ്ടെടുത്തു എന്നും ക്രൈംബ്രാഞ്ച് കോടതിയെ അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഒരു ഘട്ടത്തിലും ഈ ജീവനക്കാരികൾക്ക് മുൻകൂർ ജാമ്യം നൽകാൻ പാടില്ലെന്നാണ് കോടതിയിൽ ക്രൈംബ്രാഞ്ച് വാദിച്ചത്. ത്തിലും ഈ 3 ജീവനക്കാരികളും പോലീസിന്റെ അന്വേഷണവുമായി സഹകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് മുൻകൂർ ജാമ്യം നൽകരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ അടക്കമുള്ള രേഖകളാണ് നേരത്തെ പോലീസും ഇപ്പോൾ ക്രൈംബ്രാഞ്ചും ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ശേഖരിച്ചിരിക്കുന്നത്. അതാണ് തെളിവുണ്ട് എന്ന് കോടതിയിൽ ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ഈ 3 ജീവനക്കാരികളുടെയും മുൻകൂർ ജാമ്യാപേക്ഷയിൽ നാളെ കോടതി വിധി പറയും. അതിനൊപ്പം തന്നെ നാളെ ഈ ജീവനക്കാരികൾ ഇന്ന് കോടതിയിൽ പറഞ്ഞത് അവരെ തട്ടിക്കൊണ്ടുപോയി 8 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നാണ് കൃഷ്ണകുമാറിന്റെ മകൾക്കും എതിരെ ഉന്നയിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു കേസ് നേരത്തെ മ്യൂസിയം പോലീസ് എടുത്തിരുന്നു. അതിൽ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് കൃഷ്ണകുമാർ മകൾ ദിയയും കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട്. ആ മുൻകൂർ ജാമ്യാപേക്ഷയിൽ നാളെ കോടതി വിശദമായ വാദം കേൾക്കുകയും ചെയ്യും. അക്ഷയ. ശരി, ആർ അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.